ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യാ ദേവീ മാതൃരൂപേണ സർവഭൂതേഷു സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നിത്യശുദ്ധമുക്തമഹാത്മനി നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും പൂജനീയ ശാന്തിമാർക്കും ഗുരുദേവ ഭക്തർക്കും എല്ലാ നല്ലവരായ ആളുകൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ പുണ്യം ഭൂവിൽ ഗുരുവിൻ്റെ തൃക്കരങ്ങൾ പ്രതിഷ്ഠിതമായ ഈ മഹാക്ഷേത്രാങ്കണത്തിൽ ഗുരു സശരീരനായിരിക്കുമ്പോൾ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ കുടുംബാംഗങ്ങളുടെ പിൻതലമുറക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവാച്യമായ ഒരു അനുഭൂതിയാണ് ഉളവാകുന്നത്. ഈ ഒരു സത്സംഗത്തിൽ ഈയുള്ളവർക്കും ക്ഷണം ലഭിച്ചതിന്, ഈ മഹോത്സവത്തിൽ മഹാക്ഷേത്രത്തിലെ 131ാമത് ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ എന്നെയും ക്ഷണിച്ചതിന് ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾക്കും ശ്രീ സുധീഷ് സാറിനും സുരേഷ് സാറിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും ആദ്യം അറിയിക്കട്ടെ. ഇവിടെ തൊട്ടു മുമ്പ് അരുമ മക്കളുടെ നയനാനന്ദകരമായ കലാപരിപാടികൾ കണ്ട് മനസ്സ് നിറഞ്ഞ് ഇല്ലേ, 5 ഇന്ദ്രിയങ്ങളും നമുക്ക് നിറഞ്ഞ് ഒരു തൃപ്തിയോടെ ഇരിക്കുന്ന സുമനസ്സുകളുടെ മുമ്പിൽ ഒരു ആത്മീയാനന്ദം പ്രദാനം ചെയ്യുവാൻ ഗുരുദേവ വാണികൾ, അതായത് ഗുരുദേവന്റെ തിരുമൊഴികളാണ് എനിക്കിന്ന് വിഷയമായി ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, പ്രത്യേകിച്ചും കുളത്തൂർ കോലത്തുകര ക്ഷേത്രാങ്കണത്തിൽ ഉള്ള ഈ ഭാഗ്യവാന്മാരുടെ അല്ലെങ്കിൽ ഭാഗ്യവതികളുടെ മുന്നിൽ ഭൗതികമായിട്ടുള്ള ആനന്ദവും ആത്മീയമായിട്ടുള്ള ആനന്ദം എന്തെന്താണെന്നുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഭജനം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ എറണാകുളം നിവാസികളെ സംബന്ധിച്ച് കുളത്തൂർ കോലത്തുകരയിലുള്ള ജനങ്ങൾ മഹാഭാഗ്യവന്മാരാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രീനാരായണ ധർമ്മം വളരെ സുപരിചിതമായ ഒരു വിഷയമായിരിക്കാം. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സത്സംഗങ്ങളിൽ നിൽക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്, ഭൗതികമായിട്ടുള്ള രസച്ചരടുകൾക്ക് മാത്രമാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം 131ാമത് തിരുവുത്സവമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഈ വേളയിൽ നിൽക്കുമ്പോൾ 131 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമുക്കൊക്കെ അത് കേട്ടുകേൾവിയാണ്, ചരിത്ര താളുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അനുഭവസ്ഥർ വളരെ കുറവായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് പുതിയ തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ ഈ 131 വർഷങ്ങൾക്ക് മുമ്പുള്ള അയിത്തവും അനാചാരങ്ങളും തൊട്ടുകൂടായ്മകളും അടങ്ങിയിട്ടുള്ള ഈ എല്ലാ അന്ധകാരത്തിൽ നിന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ പുതുതലമുറ വിശ്വസിക്കുമോ എന്ന സംശയമാണ്.
പക്ഷെ ചരിത്ര താളുകളിൽ ഈ സത്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ പറയും വിശ്വസിക്കാതെ തരമില്ല. അപ്പൊ വെറും 131 വർഷങ്ങൾ കൊണ്ട് ഗുരു നമ്മളെ എങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഗുരുവിന്റെ ധർമ്മത്തോട്, ഗുരു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിധികളിൽ ഒന്നായ ദർശനത്തോട് എത്രമാത്രം ഇഴുകിച്ചേർന്ന് നമ്മൾ ജീവിക്കണം എന്നുള്ളത്. പലപ്പോഴും ഗുരുവിന്റെ ദർശനത്തെ എടുത്ത് പഠിക്കുമ്പോൾ, ഗുരുദേവ കൃതികളെ എടുത്ത് ഭക്തിയോടെ നമ്മൾ ആലപിക്കുമ്പോൾ, ഈ 100 വർഷങ്ങൾക്ക്, അതായത് 200 വർഷങ്ങൾക്കിപ്പുറം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഗുരു തന്നിട്ടുള്ള ഒരു വലിയ നന്മ അല്ലെങ്കിൽ നിധി, പുണ്യം, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര പ്രതിഷ്ഠകളുടെ ഗുരു നമ്മളെ സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അന്ന് നാം ആരാധിച്ചിരുന്ന മാടൻ, മർദ്ദ, യക്ഷി തുടങ്ങിയിട്ടുള്ള ആ ദുർഗുണമൂർത്തികളിൽ നിന്ന് ഗുരു നമുക്ക് ശുചിത്വത്തിന്റെ പാഠം പഠിപ്പിച്ചത് ആന്തരികമായും ബാഹ്യമായിട്ടുമുള്ള ശുചിത്വത്തിന്റെ വാല്യൂ പഠിപ്പിച്ചിട്ട് ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി ഗുരു നമ്മളെ ഏവരെയും സംസ്കരിച്ചെടുക്കുക ചെയ്തത്. അപ്പൊ അന്നത്തെ ഒരു തലമുറയിൽ നിന്നും 5ാമത്തെയോ 4ാമത്തെയോ തലമുറയിലായിരിക്കും നമ്മളൊക്കെ നിൽക്കുന്നത്, ഇല്ലേ? അപ്പൊ ഈ 5ാമത്തെയോ 4ാമത്തെയോ തലമുറയിൽ നിൽക്കുമ്പോൾ ഈ സംസ്കരണം നമ്മളിലെല്ലാം ആന്തരികമായി ഉണ്ടാകേണ്ടതാണ്. വിശുദ്ധിയുടെ രൂപത്തിൽ, വലിയൊരു ട്രാൻസ്ഫോർമേഷന്റെ രൂപത്തിൽ. പക്ഷെ പലപ്പോഴും ഈ 5 ഇന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങിയ നമ്മുടെ ഈ മനുഷ്യ ശരീരം കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ആന്തരികമായ വിശുദ്ധിയെ കുറിച്ച് നമ്മൾ അജ്ഞരായിട്ടാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും. അപ്പോൾ ഗുരുവിന്റെ ആ ഒരു വലിയ ഒരു ഇത് നമുക്ക് തന്നിരിക്കുന്ന ആ വലിയ ഭാഗ്യത്തെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ക്ഷേത്ര പ്രതിഷ്ഠകളുടെ ഗുരു നമ്മളെ സംസ്കരിച്ചെടുത്ത് വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് വിദ്യ കൊണ്ട് നമ്മളെ സ്വതന്ത്രരാക്കി, ഇല്ലേ? വിദ്യ കൊണ്ട് സ്വതന്ത്രരാക്കി നമുക്ക് ധനം എങ്ങനെ ഉണ്ടാക്കാമെന്നും ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നു. കൃഷിയും കച്ചവടമൊക്കെ ചെയ്ത് സമ്പന്നരാകാൻ ഗുരു നമ്മളെ പഠിപ്പിച്ചു. ഭാരതത്തിലെ ഋഷി പരമ്പരകൾ എടുത്തു കഴിഞ്ഞാൽ ആത്മീയമായും ഭൗതികമായിട്ടുമുള്ള ഒരു വലിയ അഭിവൃദ്ധി നേടേണ്ട ആവശ്യകത പഠിപ്പിച്ചു തന്നിട്ടുള്ള ഋഷി ബ്രഹ്മർഷിയായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൃഹസ്ഥ ശിഷ്യരോട് അല്ലെങ്കിൽ ഗൃഹസ്ഥരോട് ഏറ്റവും കാരുണ്യം കാണിച്ചിരിക്കുന്ന പരമകാരുണികനായ നാരായണ ഗുരുവിന്റെ ദർശനത്തെ അടുത്തറിയുമ്പോൾ നമ്മുടെ ഏവരുടെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അതായിട്ട് തന്നെ ജീവിക്കാൻ നമുക്ക് ഉത്കടമായൊരു വാഞ്ച തോന്നും, ആഗ്രഹം തോന്നും. അത് തന്നെയാണ് നമുക്ക് ഗുരുദേവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ഷേത്ര പ്രതിഷ്ഠകളോടെ സംസ്കരിച്ചെടുത്ത് ആന്തരികമായും ബാഹ്യമായിട്ടുള്ള ശുചിത്വത്തെ അതിന്റെ വാല്യൂ പഠിപ്പിച്ചു തന്ന് വിദ്യ കൊണ്ട് നമ്മളെ സ്വതന്ത്രരാക്കി, കൃഷിയും കച്ചവടവും ചെയ്ത് ജോലി ചെയ്ത് നമ്മളെ സമ്പന്നരാക്കി. തീർന്നില്ല, സംഘടന കൊണ്ടും ശക്തരാക്കി ഗുരു നമ്മളെ നിർത്തിയിരിക്കുക ഈ 131 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ. ഇത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രോമാഞ്ചം തോന്നില്ലേ? നമ്മളുടെ തലമുറ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ പറഞ്ഞ തൊട്ടുകൂടായ്മയും അനാചാരങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ട ഗതികേട് വന്നില്ല. വെറും കയ്യിലുണ്ടാവുന്ന വർഷങ്ങളാണ് ഈ 131 വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. ഈ വർഷങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഈ ലോകത്തെ ഏത് ജനതയോടും കിടപിടിക്കുന്ന രീതിയിൽ ഭൗതികമായും ഭൗതികമായും അഭിവൃദ്ധി പ്രാപിച്ചു നിൽക്കുമ്പോൾ ഇന്ന് ദാരിദ്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്, അല്ലെ? ഇന്ന് ഒരു കുടുംബത്തിലും അങ്ങനെ, പ്രത്യേകിച്ച് കേരളക്കരയിൽ ദാരിദ്ര്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയ. പിന്നെയും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അത് അവനവന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. ഇന്ന് ദാരിദ്ര്യം എവിടെയാണ്? നമുക്ക് ധനത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ സാധാരണ ദാരിദ്ര്യാവസ്ഥ പറയുക. കാരണം സമ്പത്തുണ്ടെങ്കിൽ സമ്പന്നരാണ്, സമ്പത്തില്ല എങ്കിൽ ദരിദ്രരാണെന്ന് പറയും. പക്ഷേ ഗുരുവിന്റെ ധർമ്മം പഠിക്കുമ്പോൾ നമുക്കറിയാം ആത്മീയമായ സമ്പത്ത് ആർജിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പരമദരിദ്രരാണ്. ബാഹ്യമായിട്ട് എത്ര ധനവും സ്വത്തും ഉണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ? വിശിഷ്ട ജന്മങ്ങളായിരിക്കുന്ന മനുഷ്യന് ഈ പറഞ്ഞ ബാഹ്യമായ സമ്പത്ത് മാത്രമല്ല വേണ്ടത്. നമ്മൾ പറഞ്ഞു ഗുരു ആത്മീയമായും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി നേടാനാണ് നമ്മളെ എന്താ പറയണ്ടേ ഈ എല്ലാ ദർശനവും ഗുരുവിന്റെ ധർമ്മവും ഗുരുദേവ കൃതികളും ഗുരുദേവന്റെ എല്ലാ സന്ദേശങ്ങളും നമുക്ക് തന്നിരിക്കുന്നത്. ഇത് അറിഞ്ഞ് ഇത് അതായിട്ട് തന്നെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ
ഈ പറഞ്ഞ ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതികമായ അഭിവൃദ്ധിയെ നമുക്ക് നേടാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ അവനവന്റെ ആത്മാവിലേക്ക് സമ്പത്തിനെ ചേർത്ത് വെച്ചാൽ ബാഹ്യമായ സമ്പത്തൊക്കെ നമ്മുടെ ജീവിത വഴിയിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ വന്നുകൊള്ളും. പക്ഷെ നമുക്ക് ഈ അറിവ് കുറച്ച് കുറവാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. നമുക്ക് 5 നേരം ഭക്ഷണം കഴിക്കണം, ഇല്ലേ? ഇപ്പൊ ആത്മോപദേശ ശതകം എന്നുള്ള പ്രശസ്തമായ മലയാളത്തിന്റെ ഭഗവത്ഗീത എന്ന് അറിയപ്പെടുന്ന ആത്മോപദേശ ശതകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നുണ്ട്, ഉണരണമിന്നിയുറങ്ങണം ഭുജിച്ചീടണമശനം ഉണരണമെന്നിവണ്ണം അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. അതായത് ഉണരണം, ഇനി ഉറങ്ങണം. ഇതാണല്ലോ ഒരു ദിവസം, ഇല്ലേ? 24 മണിക്കൂർ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഓരോ ദിവസത്തിൽ കുറേ സമയം നമ്മൾ ഉറങ്ങിത്തീരുന്നു. അതിലും എത്രയോ സമയം നമ്മൾ ഉണർന്നിരിക്കുന്നുണ്ട് എങ്കിലും ഉറക്കത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ കോലതിരി ശാസ്ത്രം എന്നുള്ള പ്രശസ്തമായ കൃതിയിൽ ഗുരു ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെ വെച്ചെഴുതിയ അർച്ചാരവ സ്തോത്രമായ കോലതിരി സ്തോത്രം എന്ന കൃതിയിൽ ഗുരു വളരെ രസകരമായി പറയുന്ന ഒരു ശ്ലോകമാണ്, സർവാശ്രയമെങ്ങും നിറയുന്നോന വിഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിനു ധരിപ്പാൻ ആലസ്യമൊഴിച്ച് പരബോധം തരണം മേ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. അതായത് ഗുരു നമുക്ക് ഭജനത്തിന് ഈ രൂപം, അതായത് ഈ പ്രതിഷ്ഠ നിർവഹിച്ചു തന്നിട്ട് അർച്ചാരവ സ്തോത്രമായി ഈ കൃതി എഴുതി തന്നിട്ട് പറയുന്നു, ആലസ്യമൊഴിച്ച് ഈ പരബോധം തരണമേ. ഈ ആത്മീയമായ ഒരു വലിയ അടിത്തറ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ, ഈ പരമമായ ബോധം അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവസ്വരൂപത്തിന്റെ യഥാർത്ഥ സത്ത അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെയൊക്കെ ഈ മനുഷ്യ ജീവിതം വെറുതെ കെട്ടുപോകുന്ന ഒരു വസ്തുവായി മാറുന്നു. അപ്പൊ ഈ തലത്തിൽ ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടാണ് ഗുരുദേവ കൃതികൾ 65ഓളം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഈ 65ഓളം കൃതികളിൽ നിന്ന് പലയിടത്തും വളരെ മനോഹരമായ രസകരമായ രീതിയിൽ ആലപിക്കുന്ന കേൾക്കാം. അതിന്റെ വ്യാഖ്യാനങ്ങൾ പലരും പഠിക്കുന്നുണ്ട്, ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടായി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ശ്രീനാരായണ ധർമ്മം എന്നറിയപ്പെടുന്ന, ഗുരുധർമ്മം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ സ്മൃതി എത്ര ശ്രീനാരായണീയർക്ക് അറിയാം എന്ന് ചോദിച്ചാൽ കുറച്ച് സംശയമാണ്. ഓ, ഗുരു അങ്ങനെ ഒരു കൃതി എഴുതിയിട്ടുണ്ടോ എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. കാരണം ശ്രീനാരായണ സ്മൃതി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? സ്മൃതി എന്നുള്ള വാക്കിന്റെ അർത്ഥം നിയമങ്ങൾ എന്നാണ്. അതായത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള, ഋഷിമാർ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഭാരതത്തിന്റെ പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, എത്രയോ അനേകം 100ഓളം സ്മൃതികളെ നമുക്ക് കാണാൻ കഴിയും. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, പരാശര സ്മൃതി, ഇങ്ങനെ സ്മൃതികളെ എത്രയോങ്കിലും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും 100ഓളം സ്മൃതികളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ കലിയുഗത്തിൽ ഈ പറഞ്ഞ സ്മൃതികളെയൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ ഇതിനെ തൊട്ടുകൊണ്ട് തന്നെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അമൂല്യമായ ഒരു നിധിയാണ് ശ്രീനാരായണ സ്മൃതി എന്നറിയപ്പെടുന്ന ഗുരുധർമ്മം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമ സംഹിതയാണ് ശ്രീനാരായണ ധർമ്മമായിട്ട് ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. പലപ്പോഴും കേരളീയരെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാരതീയരെ നോക്കിക്കഴിഞ്ഞാൽ, നിയമങ്ങളെ എങ്ങനെ നമുക്ക് അവഗണിക്കാം എന്നാ നമ്മളൊക്കെ റിസർച്ച് ചെയ്യുക. അല്ലെ, എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോഴും റോഡിൽ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുന്ന ജനതയുടെ മുമ്പിൽ നീ ഈ നിയമങ്ങൾ പാലിച്ചാൽ, ഈ മാനുവലിനെ ഫോളോ ചെയ്ത് നീ ജീവിച്ചാൽ നിനക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം നേടാൻ കഴിയുമെന്നുള്ള ഗുരുദേവന്റെ തിരുമൊഴികളാണ് ശ്രീനാരായണ ധർമ്മം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജീവന് എങ്ങനെയാണ് അമൃതത്വം നേടാൻ കഴിയുക, ഇതാണ് ഗുരു ഈ അമൃത മൊഴികളിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അതിനെ കേൾക്കാനുള്ളൊരു മനസ്സില്ല. ഇവിടെ പലരൊക്കെ എണീറ്റ് പോകുന്നുണ്ട്, നയനാനന്ദകരമായ കലാപരിപാടികളൊക്കെ കണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നോട്ടീസിൽ എത്ര മണിക്ക് ഭക്ഷണമാണെന്ന് തോന്നുന്നു. അപ്പൊ ഭൗതികമായ വിശപ്പ് വന്നിട്ട് പോകുന്നതാണെന്ന് നമുക്ക് ആശ്വസിക്കാം.
കാരണം നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, ഈ അവസ്ഥയിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇപ്പൊ ഗുരുവിന്റെ ആ പ്രശസ്തമായ ശ്ലോകത്തിൽ ഈ പറഞ്ഞ പോലെ ഉണർന്നും ഉറങ്ങിയും ഓരോ ദിവസം കടന്നു പോകുമ്പോ 5 നേരവും 4 നേരവും ഒന്നും ഭുജിക്കാൻ നമ്മൾ മറന്നു പോകാറേ ഇല്ല. ഈ ഭൗതികമായ വിശപ്പിനെ നമ്മൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആത്മീയമായ വിശപ്പിനെ കൂടി അറിയേണ്ട പ്രാധാന്യമാണ് ഗുരു ഈ നിയമസംഹിതയിൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഗുരു ആ ശ്ലോകത്തെ കൃത്യമായി പറയുന്നുണ്ട്. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ. ഇങ്ങനെ ഓരോ കർമ്മങ്ങളിൽപ്പെട്ട ഓരോ ദിവസവും 24 മണിക്കൂറും കടന്നു പോകുമ്പോ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തെ ആരറിയുന്നു? ആത്മീയമായ വിശപ്പിനെ അറിയാൻ ആരൊക്കെയാണ് ഒരു ചെറിയ ഒരു അന്വേഷണ ത്വരത കാണിക്കുന്നത്? ഇതാണ് ഗുരുവിന്റെ ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും ഈ 2 വിശപ്പിനെ അറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞാൽ, അപ്പൊ നമുക്കറിയാം ഭൗതികമായ വിശപ്പിനെ നമുക്കൊന്ന് തൃപ്തിപ്പെടുത്തിയാൽ അത് ആ നേരത്തെ നമ്മൾ വേണ്ട എന്ന് പറയുന്നതാണ് അത്രേ അന്നദാനം. അതുകൊണ്ട് ഏറ്റവും വിശിഷ്ടമായ ദാനമാണ് അന്നദാനത്തിന് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താറുണ്ട്. പക്ഷേ എത്ര വിശിഷ്ടമാണെങ്കിലും ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പിന്നെയും വിശക്കും അല്ലേ? പക്ഷെ ആത്മീയമായ വിശപ്പിനെ ഒരു തവണ നമുക്ക് അമർത്താൻ കഴിഞ്ഞാൽ, അടക്കാൻ കഴിഞ്ഞാൽ, അതൊരു ലഹരിയായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു തലത്തിൽ ഗുരുദേവ ധർമ്മത്തെ അറിയുമ്പോൾ, ശ്രീനാരായണ ധർമ്മത്തിലെ ആ നിയമ സംഹിതകളെ നമുക്ക് അടുത്തറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനുഷ്യജീവനെ ഈ പറഞ്ഞ പോലെ കെട്ടതാക്കാതെ അമൂല്യമായ അമൃതത്വത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. കാരണം ഗുരുദേവ ധർമ്മത്തിന്റെ തുടക്കത്തിൽ ഗുരു പറയുന്ന പ്രശസ്തമായ ഒരു വാചകമുണ്ട്. ആയുരാരോഗ്യ സുഖദായകവും ഹിതപ്രദവുമായ ഗുരുധർമ്മം ആചരിക്കുന്നവൻ ലോകത്തിൽ സുഖിയായും ഐശ്വര്യവാനായും ആയുഷ്മാനായും കാണപ്പെടും. ഇതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗുരു 10 അധ്യായങ്ങളിലായി എഴുതി തന്നിരിക്കുന്ന ശ്രീനാരായണ ധർമ്മത്തിന്റെ ആ ഒരു വലിയ സത്തയെടുത്ത് തുടക്കത്തിലും ഒടുക്കത്തിലും ഗുരു നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. ആയുരാരോഗ്യ സുഖദായകം. ഒരു മനുഷ്യജീവന് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? നമ്മളെ കാത്തുകൊള്ളണം, ഇല്ലേ? ആയുസ്സും ആരോഗ്യം തന്ന് നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കണം, അഭിവൃദ്ധി തരണം ഇങ്ങനെയുള്ള ഭൗതികമായ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ ഗുരു നമ്മളോട് പറയാണ്, ഗൃഹസ്ഥരോട് ഏറ്റവും വാത്സല്യമുള്ള നാരായണ ഗുരു പറയുന്നു, നിനക്ക് ആയുസ്സും ആരോഗ്യവും സുഖവും തരുന്ന ഈ ധർമ്മം, ഹിതപ്രദമായ ധർമ്മം ഏതൊരുവനും ഇഷ്ടപ്പെടുന്ന ഗുരു പറയുന്നത്. അതായത് 3 വയസ്സ് മുതൽ നമ്മൾ 3 വയസ്സ് മുതൽ മക്കളെ എഴുത്തിനിരുത്തുന്നത് അല്ലേ? അത് ഒരു ദിവസം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കുട്ടിക്ക് കിട്ടേണ്ട വിദ്യ അയ്യോ അത്രയും കുറഞ്ഞു പോകുമല്ലോ എന്നോർത്ത് കൃത്യമായിട്ട് കുഞ്ഞിന് 3 വയസ്സാകുമ്പോ തന്നെ നമ്മൾ എഴുത്തിനിരുത്തി അവൻ ആ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ബാലപാഠം തുടങ്ങി കൊടുക്കും. അപ്പോൾ ഈ 3 വയസ്സ് മുതൽ മരണാസന്നരായിരിക്കുന്ന ആളുകൾ വരെ ആചരിക്കേണ്ടതായിട്ടുള്ള ഈ നിയമ സംഹിതയെ ഗുരു പറയുകയാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ നിയമങ്ങളെ വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ശ്രീനാരായണ ധർമ്മത്തെ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഏത് ആശ്രമത്തിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ആശ്രമത്തിന് അനുസരിച്ചിട്ടുള്ള ആ നിയമങ്ങളെ അനുസരിച്ച് ജീവിച്ചാൽ ഏറ്റവും മനസ്സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഈ പറഞ്ഞ മനസ്സമാധാനം ഇന്ന് ഒരു അപൂർവമായിട്ടുള്ള വസ്തുവാണോ പറയുക? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇന്ന് ദാരിദ്ര്യം എവിടെ അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മിക്കവർക്കും കാശൊക്കെ ഉണ്ടെന്ന്, ഇല്ലേ? വാനപ്രസ്ഥത്തിൽ എത്തി നിൽക്കുന്ന 60+ ആയിട്ടുള്ള അച്ഛനമ്മമാർക്ക് പോലും ഇന്ന് കയ്യിൽ പെൻഷൻ അടക്കമുള്ള വരുമാനം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഉപഭോഗ വസ്തുക്കളും ഈ ലോകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇല്ലാതെ പോണത് എന്താ? അവന്റെ മനസ്വസ്ഥതയാണ്. എന്താണ് സ്വസ്ഥത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? സ്വമ്മിൽ സ്ഥിതമായി ഇരിക്കാൻ കഴിയുന്ന അവസ്ഥ. അവന്റെ ആത്മാവിനെ അറിഞ്ഞ് ആ സുഖത്തിൽ അനുഭവിച്ചിരിക്കാൻ കഴിയുന്ന എത്ര സുമനസ്സുകളെ നമുക്ക് ചുറ്റിനും കാണാൻ കഴിയും. ഈ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിൽ ലോകത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോ ഈ പറഞ്ഞ ആത്മസുഖം അന്വേഷിക്കാൻ നമുക്ക് സമയം കിട്ടണതേ ഇല്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ആത്മസുഖത്തിൽ അമർന്നിരിക്കുക? പിന്നെ എങ്ങനെയാ സ്വമ്മിൽ സ്ഥിതമായിരിക്കാൻ കഴിയുക? പിന്നെ എങ്ങനെയാ സ്വസ്ഥത ഉണ്ടാവുക? പിന്നെ എങ്ങനെയാ മനസ്സമാധാനം കിട്ടുക? അപ്പൊ ഗുരു പറയാണ്,
മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടുന്ന ഏതൊരുവിനും ഹിതപ്രദമായിട്ടുള്ള ഈ ധർമ്മത്തെ നീ ജീവിതത്തിൽ ഓരോ ദിവസവും ആചരിച്ചു കൊള്ളുക. നിനക്ക് ആയുസ്സും ആരോഗ്യവും ഈ പറഞ്ഞ പോലെ ഐശ്വര്യമുള്ളവരായിട്ട് ഇരിക്കാൻ കഴിയും. അപ്പൊ ആലോചിച്ച് നോക്കുക, ഗുരു പറയാണ് ഹിതപ്രദമായ ഗുരുധർമ്മം ആചരിക്കുന്നവൻ ലോകത്തിൽ സുഖിയായിട്ടിരിക്കും. സുഖം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള സുഖം മാത്രമല്ല, ഇല്ലേ? നമ്മൾ പലപ്പോഴും ചെറുപ്പക്കാരെ നോക്കുമ്പോൾ കാണാം ശരീരത്തിന് സുഖമൊക്കെ ഉണ്ട്, പക്ഷെ മനസ്സിന് സുഖമുണ്ടോ? ഈ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടോടുന്ന ഗൃഹസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് മനസ്സുഖം എന്ന് പറയണെന്ന് കിട്ടണതേ ഇല്ല എന്ന് പലരും പറയാ. എപ്പോഴും സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും. സ്ട്രെയിനില്ലെങ്കിൽ ജീവിക്കാൻ ഒരു സുഖമില്ല എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തലത്തിൽ ജീവിക്കുമ്പോൾ മനസ്സുഖമില്ലാതെ ചെറുപ്പക്കാരോടുമ്പോ കണ്ടും കേട്ടും ലോകത്ത് ഇതൊക്കെ തന്നെയാ കൊടുത്തും വാങ്ങിയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ തലനരച്ച ആൾക്കാരോട് ചോദിച്ചാലോ, വാനപ്രസ്ഥത്തിൽ എത്തി നിൽക്കുന്ന ഒരു 60 കഴിഞ്ഞ ആളുകൾ എന്ന് പറയും. അപ്പൊ വാനപ്രസ്ഥത്തിൽ എത്തി നിൽക്കുന്ന കുറച്ച് തലമുടി നരച്ച അപ്പൂപ്പനോട് അമ്മൂമ്മയോട് ഒക്കെ ചോദിച്ചാൽ അവരെന്താ പറയാ? ഈ പറഞ്ഞ ജീവിതത്തിൽ കുറെ ജീവിതാനുഭവം ഏറുമ്പോ നമുക്ക് ഒരു പക്വത വരും. അപ്പൊ എന്തുണ്ടാകും? മിക്കവാറും മനസ്സുഖം ഉണ്ടാകും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ജീവിതം എന്ന് തിരിച്ചറിയുമ്പോ ശരീരസുഖം ഉണ്ടാവില്ല. അപ്പോൾ ഗുരുവിന്റെ കൃതികൾ കൂടെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറുപ്പകാലത്ത് ജീവിച്ചു വരുമ്പോ ഈ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട് ഓടുമ്പോ മനസ്സുഖം നഷ്ടപ്പെട്ട് ഓടുമ്പോ മനസ്സിന് ആദിയായി വരുന്നത് പിന്നീട് ശരീരത്തിന് വ്യാധിയായിട്ട് മാറുന്നു, ശരീരത്തിന്റെ രോഗങ്ങളായിട്ട് മാറുന്നു. പക്ഷേ ഗുരുധർമ്മം ആചരിച്ചു കഴിഞ്ഞാൽ, ഗുരുധർമ്മം അനുസരിച്ചാണ് നമ്മൾ നിത്യജീവിതത്തിൽ കടന്നു പോകുന്നതെങ്കിൽ മനസ്സിനും ആദിയില്ല, ശരീരത്തിനും വ്യാധിയില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗുരുധർമ്മം അത് ആചരിക്കാനുള്ള ഉത്കടമായ ഈ പറഞ്ഞൊരു ആഗ്രഹം നമ്മൾ ജനിക്കുമെന്നാണ് പറയുക. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന പ്രബുദ്ധരായ പലരും, നിങ്ങൾ എല്ലാവരും തന്നെ ഗുരുധർമ്മത്തെ അറിഞ്ഞ് അതായി ജീവിക്കുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പുതിയ തലമുറയോട്, കാരണം ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറയോട് നമുക്ക് പറയാൻ ശ്രമിച്ചാൽ അവർക്ക് ഗുരു അവരുടെ ഒരു അന്യമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇന്ന് കാണാൻ കഴിയുക. അപ്പൊ ഗുരു പറഞ്ഞു കൊടുത്ത ദർശനം എവിടെ നിൽക്കണു, ഗുരു പറഞ്ഞു കൊടുത്ത ധർമ്മം എവിടെ നിൽക്കണു, അതൊന്നും അറിയാൻ ഇന്നവർക്ക് സമയമേ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പല കുട്ടികളും ഈ പറഞ്ഞ പോലെ കോളേജും സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ കടന്ന് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലിയൊക്കെ കിട്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നു പോകുമ്പോ ഇല്ലേ, മിക്ക വീടുകളിൽ നിന്ന് നമ്മുടെ വീടുകളിൽ 20 വയസ്സ് കഴിഞ്ഞ ആൺമക്കളെയും പെൺമക്കളെയും കാണാൻ കഴിയില്ല. ഹയർ എഡ്യൂക്കേഷൻ വരെ വിദേശത്ത് നടത്തുമ്പോൾ ഗുരുധർമ്മത്തെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളെ നമുക്കിന്ന് വിരളമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടായിരിക്കണം ഗുരുധർമ്മത്തിൽ ആറാമത്തെ സർഗത്തിലാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ കുറിച്ച് പറയുന്നത്. ഗൃഹസ്ഥാശ്രമികളായിരിക്കണം ഇവിടെ ഇരിക്കുന്നവരിൽ ഏറിയ പങ്കും. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഗുരു പറയാണ്, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഗർഭാവസ്ഥയിലാകുമ്പോൾ തന്നെ അച്ഛനും അമ്മയും ഗുരുധർമ്മത്തെ ആചരിച്ചു തുടങ്ങണം. കുഞ്ഞിന് വേണ്ടി ആചരിച്ചു തുടങ്ങണം. അച്ഛനും അമ്മയും ഇന്നലകളിൽ തന്നെ അത് ആചരിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് വേണം ഒരു കുഞ്ഞിനെ ഗർഭാവസ്ഥയിലേക്ക് എടുക്കാനായിട്ട്. പക്ഷേ ഒരു കുഞ്ഞിന്റെ തലത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഗുരുധർമ്മത്തെ ആചരിച്ച് ആ 9 മാസവും 7 ദിവസവും കടന്നു കഴിയുമ്പോൾ ഏറ്റവും സാത്വികനായ സദ്ബുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ തന്നെയായിരിക്കും ഈ ഭൂമിയിലേക്ക് അടുത്ത തലമുറയായി അവർ കടത്തി വിട്ടിട്ടുണ്ടാവുക. ഈ തലത്തിൽ ഗുരു പറയുകയാണ്, ആ കുഞ്ഞിനെ 5 വയസ്സ് വരെ മാത്രമേ സദ്ബുദ്ധി വികസിക്കുകയുള്ളൂ. അപ്പൊ ഈ 5 വയസ്സ് വരെ ഗുരുക്കന്മാരുടെ ചിത്രങ്ങൾ കാണിച്ച് പ്രാർത്ഥനകളിൽ മക്കളെ മടിയിലിരുത്തി അവരുടെ സദ്ബുദ്ധി എത്രയും നല്ലതായി ഉയർന്നതായിട്ട് വരാനുള്ള ആ ഒരു തുടക്കം നമ്മൾ തുടങ്ങി കൊടുത്തില്ല എങ്കിൽ എത്ര പ്രായമായാലും ഈ 5 വയസ്സ് വരെ വളർന്ന ബുദ്ധി മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. ഇത്രയും പിന്നെ എത്ര സാരസ്വതാരിഷ്ടം കൊടുത്താലും ബ്രഹ്മീകൃതം കൊടുത്താലും ബുദ്ധി നെയ്യ് കഴിച്ച ശരീരമൊക്കെ നന്നായിട്ടുണ്ടാകും. പക്ഷേ ബുദ്ധിയുടെ ആ ഒരു സദ്ബുദ്ധിയുടെ വളർച്ച പിന്നെ ഉണ്ടാവുന്നില്ല. അപ്പൊ എത്ര ശാസ്ത്രീയമായിട്ടാണ്, ഭക്തിയുടെ തലത്തിൽ നിന്നിട്ടാണ് ഗുരു നമ്മളോട് നിയമങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 5 വയസ്സ് വരെയാണ് ശരിക്കുമുള്ള സദ്ബുദ്ധി വികസിക്കുന്നതെങ്കിൽ 7 വയസ്സ് വരെ വൈകാരികമായ ബുദ്ധി വികസിക്കുന്നു എന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് സയന്റിസ്റ്റുമാരുടെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരുടെയും സൈക്യാട്രിസ്റ്റുമാരുടെയും
പീഡിയാട്രീഷ്യന്മാരുടെയൊക്കെ ആ ഒരു ഇൻഫർമേഷനൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 5 വയസ്സ് വരെയാണ് അത്രേ ശരിക്കുമുള്ള ബുദ്ധി വികസിക്കുന്നത്. 7 വയസ്സ് വരെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അത്രേ കൂടുന്നത്. വൈകാരികമായ ബുദ്ധി എന്ന് ഗുരു പേരിട്ടിരിക്കുന്നു. അപ്പോൾ 7 വയസ്സ് വരെയുള്ള ഇമോഷണൽ ഇന്റലിജൻസിനും വളരെ പ്രാധാന്യമുണ്ട്. അച്ഛനമ്മ കുഞ്ഞിനു വേണ്ടതായിട്ടുള്ള, അതായത് മക്കളെ ദേവനെയോ ദേവിയെയോ പോലെ കണ്ടു വളർത്തണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുഞ്ഞു മക്കളെ എങ്ങനെയാ വളർത്തുന്നത്? ഒരു 2 വയസ്സാകുമ്പോൾ തന്നെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ചുണ്ണാമ്പ് തേക്കണ യന്ത്രം ഒന്ന് കയ്യിൽ കൊടുക്കും അല്ലെ. മൊബൈൽ എങ്ങനെയാ ഇന്ന് ചുണ്ണാമ്പ് തേക്കണ ആധുനിക യന്ത്രം എന്നാ പറയുന്നത്. ഈ മൊബൈലും കൊടുത്ത് കുഞ്ഞുമക്കൾ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ശല്യമില്ല, അവിടെ ഇരുന്നോളൂ. ഒരു 5-6 വയസ്സ്, അതായത് 7ാം ക്ലാസ്സിലൊക്കെ 7 വയസ്സെന്നൊക്കെ പറയുന്ന 2ാം ക്ലാസ്സിലൊക്കെ ആകണ പ്രായമാണ്. ചില 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ബിരുദന്മാരായിട്ടുള്ള കുട്ടികളെ പറ്റി വളരെ അഭിമാനത്തോടെ അച്ഛനമ്മമാർ പറയുന്നത് കണ്ടിട്ടുണ്ട്. അവന്റെ മൊബൈൽ കൊടുത്താൽ മതി, എല്ലാം അവനറിയാം. ഞാൻ അവൻ്റെ എല്ലാം പഠിക്കുന്നത്, വാട്സപ്പ് എന്താണെന്നും അതുപോലെ മെസ്സേജ് അയക്കുന്നതും അതിന്റെ ക്യാമറ എങ്ങനെയാണെന്നുമുള്ള ഈ കാര്യങ്ങളൊക്കെ ഈ 7 വയസ്സുകാരൻ്റെയും 6 വയസ്സുകാരൻ്റെയും അടുത്ത് നിന്ന് ഞങ്ങൾ പഠിക്കുന്നു എന്നൊക്കെ മാതാപിതാക്കൾ അഭിമാനത്തോടെ പറയുമ്പോൾ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മൊബൈൽ തന്നെയാണ് ഏറ്റവും വില്ലനായിട്ട് അവനവന്റെ മക്കളുടെ അടുത്ത് മാറുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ടുണ്ടാകും. അപ്പൊ ഒരു കാലത്ത് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് അപമാനത്തോടെ പറയേണ്ടി വരുമ്പോൾ ഗുരുധർമ്മത്തെ ചേർത്ത് നിർത്താത്തത് കൊണ്ട് മാത്രമാണ് ഓരോ കുടുംബജീവിതത്തിലും ഇന്ന് കുഞ്ഞുമക്കൾ ഗുരുവിനെ അറിയാതെ, ഗുരുദർശനത്തെ അറിയാതെ, യഥാർത്ഥ സത്യത്തെ അറിയാതെ, ഈശ്വരനെ അറിയാതെ, ഈ പറഞ്ഞ അവനവന്റെ ആത്മസുഖത്തെ അറിയാതെ ഒരു കെട്ട തലമുറയായിട്ട് ഇന്ന് മാറുന്നത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ, എല്ലാ മക്കളും അങ്ങനെയെന്നല്ല പറയുന്നത്, അതായത് എങ്ങനെ നോക്കിയാലും ജീവിതത്തിന്റെ രസച്ചരടുകളിൽ മാത്രമാണ് അവർ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. ഇങ്ങനെയുള്ള സദസ്സുകളിൽ നമ്മുടെ മക്കളെ കൊണ്ടൊന്ന് ഇരുത്തിയാൽ അവർ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങളെ രമിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഒന്നാമതായിട്ട് നിൽക്കുന്നുണ്ടാകും. പക്ഷേ ഈശ്വരീയമായ അറിവ് നേടാനുള്ള തലത്തിൽ അവർ ഏറ്റവും പിന്നോക്കം പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ കൊച്ചുമക്കളോട് ഗുരു പറയുന്നത്, അതായത് ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിൽക്കുന്ന മക്കളോട് ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു പറയുന്നു, ബ്രഹ്മചര്യ വ്രതമെടുത്ത് പഠനമാകുന്ന തപസ്സോടുകൂടി മക്കളോടുകൂടി ജീവിക്കാനാണ് ഗുരു പറയുന്നത്. എത്ര മക്കൾ ഇന്ന് അങ്ങനെ ഓരോ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ടാകും? ബ്രഹ്മചര്യ വ്രതം കൂടി ഇന്ന് മക്കൾക്ക് അറിയാനുണ്ടാവില്ല. തപസ്സാണോ പഠനം എന്ന് ചോദിച്ചാൽ ഒരു മടുപ്പിക്കുന്ന തലത്തിൽ കൂടി ജീവിതത്തെ കടത്തിക്കൊണ്ടു പോകുന്ന ഇന്നത്തെ കുഞ്ഞുമക്കൾ ശ്രീനാരായണ ധർമ്മത്തെ അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന മക്കളുടെ കാഴ്ചകളെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കഥകളെ അറിയുമ്പോൾ വലിയൊരു ദുരവസ്ഥയിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഗുരു പറയുന്നു, ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ 1100 മലയാളം ആണ്ട് 1100ലാണ് ഗുരുധർമ്മം നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ശിവഗിരിയൊക്കെ ആസ്ഥാനമായി ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആത്മാനന്ദ സ്വാമികളടക്കമുള്ള സന്യസ്ത ശിഷ്യരും കുമാരനാശാൻ അടക്കമുള്ള ഗൃഹസ്ഥ ശിഷ്യരും ധർമ്മം എന്ത് അധർമ്മം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്ന, അതായത് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ വെച്ച് ഭഗവാൻ അർജുനനോട് എങ്ങനെയാണോ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത് ആ ഒരു ഗരിമയോടുകൂടി സംസ്കൃതത്തിൽ ഗുരു പറഞ്ഞു കൊടുക്കുന്ന ഒരു അമൂല്യമായ കൃതിയാണ് ശ്രീനാരായണ ധർമ്മം. ഇതിൽ ഓരോ ജീവനും, ഈ പറഞ്ഞ ബ്രഹ്മചര്യാശ്രമത്തിൽ നിൽക്കുന്ന മക്കളും, ഗൃഹസ്ഥാശ്രമത്തിൽ നിൽക്കുന്ന മാതാപിതാക്കളും, വാനപ്രസ്ഥാശ്രമത്തിൽ നിൽക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും, ഈവൻ ഒരു സന്യാസി പോലും എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഈ നിയമസംഹിത ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ പിന്തുടരാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കുഞ്ഞു തലമുറയുടെ കാര്യമാണ് ഈ പറഞ്ഞു വന്നത്. ഈ 25-26 വയസ്സ് വരെയുള്ള പഠനത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥിനികളോട് ഗുരു പറയുന്നത്, ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി പഠനമാകുന്ന തപസ്സിനെ നേടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഉള്ള ജീവിതം, അതായത് ഗൃഹസ്ഥ ജീവിതം ഏറ്റവും അഭിവൃദ്ധികരമായിട്ട് മാറുന്നു. അപ്പൊ ഗുരുവിന്റെ വാണികളെ സസൂക്ഷ്മം പരിശോധിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും,
ഇന്ന് ധർമ്മത്തെ മുറുകെ പിടിച്ചാൽ നാളെകൾ ഐശ്വര്യ സമ്പൂർണമായിരിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അതല്ലേ, ഈ പറഞ്ഞ സുഖവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോ അത് പ്രാർത്ഥനയിൽ മാത്രം, അധര വ്യായാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. പകരം അത് അതായിട്ട് തന്നെ ഈ പറഞ്ഞ ഗുരുദേവ കൃതികളെ അറിഞ്ഞ് മനനം ചെയ്ത് ജീവിച്ച് ഇനി പറഞ്ഞ നിയമസംഹിതകളെ ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ശ്രേയസ്കരമാകുന്നത്. ഇന്നത്തെ കുടുംബങ്ങളെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ, ഈ പറഞ്ഞ ബ്രഹ്മചര്യാശ്രമത്തിൽ നിൽക്കുന്ന മക്കളും ഗൃഹസ്ഥാശ്രമത്തിൽ നിൽക്കുന്ന ആളുകളും ഈ വാനപ്രസ്ഥാശ്രമത്തിലുള്ള 60 കഴിഞ്ഞ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഒത്തുചേരുന്ന ഇടമായിട്ട് ഇന്ന് കുടുംബങ്ങൾ മാറുന്നുണ്ടാവും. ഗുരു നിത്യചൈതന്യയുടെ വളരെ രസകരമായ ഒരു നിർവചനമാണ്, കൂടുമ്പോൾ ഇമ്പം വരേണ്ട ഇടമാണ് ഓരോ കുടുംബവും. അപ്പൊ ഈ പറഞ്ഞ 3 തരത്തിലുള്ള ആശ്രമികൾ ഒരുമിച്ച് നിൽക്കുമ്പോ ഇന്ന് ഇമ്പമാണോ കമ്പനങ്ങളാണോ വരുന്നത്? ഇമ്പമുള്ള കുടുംബങ്ങൾ ഇന്ന് കുറവാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്കൊന്ന് ഒരു ആത്മപരിശോധന നടത്തിയാൽ കാണാൻ കഴിയും, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ബ്രഹ്മചാരികളും ഗൃഹസ്ഥാശ്രമികളും ഈ പറഞ്ഞ വാനപ്രസ്ഥികളൊക്കെ ഒത്തുചേരുമ്പോ ഈ പറഞ്ഞ കമ്പനങ്ങളാണ് ഇന്ന് പല വീടുകളിൽ നടക്കുന്നത്. അതുകൊണ്ടെന്നാ ഒത്തുകൂടലുകളില്ല. കുട്ടികൾ ഇപ്പൊ രാത്രി തന്നെ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരിക്കുമ്പോ, ഇപ്പൊ പകലൊക്കെ ജോലിക്കും പഠിക്കാനൊക്കെ പോകുമ്പോ പകലിപ്പോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല എങ്കിൽ ഇപ്പൊ രാത്രി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിച്ച് അവരധികം പോകുന്നുണ്ട് ഇല്ലേ? അച്ഛനമ്മമാർ അവരുടെ സൗകര്യം നോക്കി അവരുടെ ഭക്ഷണം കഴിച്ചു പോകും. അതുപോലെ വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന മക്കളും ചെറുമക്കളൊക്കെ ഉള്ള കുടുംബത്തിൽ ഈ പറഞ്ഞ കൂടുമ്പോൾ ഇമ്പം വരുന്ന അവസ്ഥ ഇന്ന് വിരളമാണ്. ഗുരു 100 വർഷങ്ങൾക്ക് മുമ്പ് 1924-25 കാലഘട്ടത്തിൽ, ഇന്ന് ഇപ്പോ 2025 ആകുമ്പോൾ ശതാബ്ദി ആഘോഷിക്കുന്ന ശ്രീനാരായണ ധർമ്മത്തെ ഇന്നും അടുത്തറിയാതെ ആണ് ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പറഞ്ഞ എല്ലാ ആശ്രമത്തിലും നിൽക്കുന്ന ആളുകൾ ഒത്തുകൂടുമ്പോ കുടുംബത്തിൽ ഇമ്പം വരാതെ പോകുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകൾ കല്ലും മരമൊക്കെ വെച്ച് കെട്ടിയുണ്ടാക്കുന്ന, അതായത് മറ്റുള്ള വീടുകളെക്കാളും എൻ്റെ വീട് വ്യത്യസ്തമാകണം എന്ന് ചിന്തിച്ച് ഭവനങ്ങൾ കെട്ടിപ്പൊക്കുമ്പോ വെറും വീടുകളായി കെട്ടിടങ്ങളായി മാറുന്ന കാഴ്ച ഇന്ന് പലയിടത്തും കാണുന്നത്. അപ്പോൾ ഈ വീടുകളിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പര സ്നേഹം, വിട്ടുവീഴ്ച, സഹകരണം, പാരസ്പര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട് കുടുംബമായിട്ട് മാറുന്നുള്ളൂ എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഗുരു നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്നുകളിൽ നാം ധർമ്മത്തെ ചേർത്ത് പിടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ മക്കൾ തലമുറയും ധാർമ്മികമായിട്ടുള്ള പാതയിൽ കൂടി മാത്രമേ സഞ്ചരിക്കൂ. അപ്പോൾ ഈ ധർമ്മത്തിന്റെ വലിയ കവചം നമ്മുടെ അടുത്ത തലമുറയായിരിക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ ലോകത്ത് വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ എന്തിനു വേണ്ടി പോയാലും അവർ നമ്മുടെ മക്കളായിട്ട് തന്നെ മടങ്ങി വരുമെന്നുള്ള വലിയ ഒരു ഉറപ്പ് ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതറിയാതെ പോയാൽ നാളെ ഞാനും നിങ്ങളും ഒക്കെ വലിയ ദുഃഖത്തിന്റെ തീരാക്കടലിൽ വീണു പോകും. അങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ധർമ്മത്തിന്റെ അപച്യുതി, ഈ മൂല്യച്യുതി നിൽക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ധർമ്മത്തെ പാലിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ട് ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും മാറുന്നത്. അല്ലാതെ എത്ര വിദ്യാഭ്യാസം നേടിയിട്ടും എത്ര സമ്പത്ത് നേടിയിട്ടും ഇന്ന് കുടുംബത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു വലിയ സ്നേഹം അല്ലെങ്കിൽ ആ വലിയ സഹകരണം, ആ ഒത്തൊരുമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ ശ്രീനാരായണ ധർമ്മത്തെ അടുത്തറിയുമ്പോ ഈ ബ്രഹ്മചാരിക്ക് ഈ പറഞ്ഞ ഏറ്റവും വലിയ ബ്രഹ്മചര്യ വ്രതം വേണമെന്നുള്ളതും, ഗൃഹസ്ഥാശ്രമയുടെ തലത്തിലേക്ക് എത്തുമ്പോൾ ഗുരു പറയാണ് ഏറ്റവും വലുതായിട്ടുള്ള ദാനധർമ്മങ്ങളെ, അതായത് പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും പഞ്ചമഹായജ്ഞങ്ങളെയൊക്കെ അനുഷ്ഠിച്ച് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ വന്നിട്ടുള്ള അപാകതകളെയൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. അപ്പോൾ എത്ര ലളിതമായിട്ടാണ് ഗുരു നമുക്ക് നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പഞ്ചധർമ്മം പഞ്ചശുദ്ധിയൊക്കെ പറഞ്ഞു തരുന്നേ നോക്കൂ. അപ്പൊ ഒരു മനുഷ്യജീവൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 വയസ്സ് മുതൽ മരണാസന്നരായിരിക്കുന്ന വാനപ്രസ്ഥി വരെ ഈ പറഞ്ഞ ഗുരുധർമ്മത്തെ ആചരിക്കുമ്പോൾ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗുരു കാരുണ്യമാണ്. ഈ ഗുരു കാരുണ്യത്തോട് ജീവിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും
ഗുരു പറയുന്ന സുഖിയായി, ഐശ്വര്യവാനായി, ആയുഷ്മാനായി ഇരിക്കുന്ന അവസ്ഥ. ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ഉള്ളം നൊന്ത് അവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറഞ്ഞ മൂല്യങ്ങളെ ചേർത്ത് വെച്ചാണ് അവൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവൻ സുഖിയായും ഐശ്വര്യവാനായിട്ടും മാറുന്നു. ഈ പറഞ്ഞ മനസ്സുഖവും ശാരീരിക സുഖവും നേടി തൊടുന്നതെല്ലാം പൊന്നാവുന്ന തരത്തിൽ ഐശ്വര്യവാനായി മാറി, ആയുഷ്മാനായി മാറി നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഇതിൽ പരം ഗുരുകൃപ വേറൊന്നില്ല തന്നെ. ആയുഷ്മാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ധാരണയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ഉദാഹരണം പറയാം. ആയുഷ്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ധാരണ എന്താണ് യഥാർത്ഥത്തിൽ? എത്ര ആയുസ്സോടുകൂടി ഇരിക്കുന്നോ അവനാണ് ആയുഷ്മാൻ, ഇല്ലേ? ഒരു 30 വയസ്സുള്ള ആളെയും ഒരു 90 വയസ്സുള്ള ആളെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയും, ആരാണ് ആയുഷ്മാൻ? തീർച്ചയായിട്ടും 90 വയസ്സുള്ള ഒരാളാണ് ആയുഷ്മാൻ. സംശയമുണ്ടോ? അത് തന്നെയല്ലേ ആയുഷ്മാനായിട്ടിരിക്കുക? എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കോളൂ. ആയുഷ്മാൻ എന്ന് പറയുമ്പോൾ 30 വയസ്സുള്ള ആളാണോ 90 വയസ്സുള്ള ആളാണോ ആയുഷ്മാനായിട്ടിരിക്കുന്നത്? അതായത് 30 വയസ്സിൽ ഒരാൾ മരിച്ചുപോയി, ഒരാൾ 90 വയസ്സിലും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ആയുഷ്മാൻ? തീർച്ചയായിട്ടും 90 വയസ്സുള്ള ആളാണ്. പക്ഷേ ഗുരുധർമ്മത്തെ അടുത്തറിയുമ്പോൾ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആയുഷ്മാൻ എന്നുള്ള തലം വളരെ വ്യത്യസ്തമാണ്. ഗുരു പറയുന്നു, ഈ 30 വയസ്സുള്ള ആയുസ്സുള്ള ആള് അദ്ദേഹം 30 വയസ്സിൽ മരിച്ചു പോകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. നമുക്കറിയോ നമ്മൾ എത്ര വയസ്സിലാണ് മരിക്കണേന്ന്? ഇന്നലെ ജനിച്ച നിമിഷമൊക്കെ നമുക്കറിയാം. പക്ഷേ നാളെ എപ്പോഴാണ് മരിച്ചു പോണേന്ന് സയൻസ് ഇത്രയും വളർന്നിട്ടും നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ജോത്സ്യരോട് ചോദിച്ചാലും ജോത്സ്യര് പറഞ്ഞു തരുമോ? എത്രയോ ജോത്സ്യര് പറഞ്ഞ കാലവും കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ചുറ്റിനും കാണാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആയുസ് നാളെ എപ്പോ തീരുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഗുരുദേവൻ പറയുന്നു, ശ്രീനാരായണ ധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ചാൽ നിനക്ക് ആയുഷ്മാനായി മാറും എന്ന് വരികയാണെങ്കിൽ എന്താണ് ആയുസിന്റെ ഘടകം? പണികമ്പ ദശകം പോലെയുള്ള പ്രാർത്ഥനകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണാം, ഗുരു പറയാണ്, ഈ മനുഷ്യ ജീവിതത്തിൽ അനുകമ്പയോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഈ ജീവിതം കഴിഞ്ഞാലും നമ്മൾ ഈ ലോകത്തേക്ക് കൊടുത്തിട്ടുള്ള ദയ കീർത്തിയാം ഉരുവാർന്ന് ഇങ്ങ് അനുകമ്പ നിന്നിടും എന്നാണ് ഗുരു പറയുന്നത്. അതിന്റെ ഉദാഹരണം ഒന്നുകൂടി നമുക്ക് വിശദമായി പറഞ്ഞാൽ, 30 വയസ്സ് വരെ ജീവിച്ച ആൾ ഈ 30 വയസ്സിനുള്ളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ടാണ് ജീവിച്ചതെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ധനവും അദ്ദേഹത്തിന്റെ സമയവും ഊർജവും ഒക്കെ കൃപാലുവായിട്ടാണ് ഈ ലോകത്ത് ജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തതെങ്കിൽ 30 വയസ്സിൽ പൊടുന്നനെ അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിന്റെ നന്മ കിട്ടിയിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ, അദ്ദേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നുണ്ടാകും. ഈ 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആള് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്ന കൃപണനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അതായത് സ്വാർത്ഥനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ജീവിച്ച കാലഘട്ടം മുഴുവനും സ്വാർത്ഥതയോടെ എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ധനം, എൻ്റെ സ്വത്ത്, ഇങ്ങനെ സ്വാർത്ഥ താല്പര്യത്തോടെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആർജിച്ച ധനമെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിരിക്കുന്നത്. എന്നാൽ പോലും അദ്ദേഹം 60 വയസ്സായാൽ വാനപ്രസ്ഥ പ്രായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ കുടുംബജീവിതം തുടങ്ങിയിട്ടുണ്ടാകും, ഇല്ലേ? പക്ഷെ കൃപണനായി ലോകത്ത് ജീവിച്ച ആൾ സ്വന്തം കുടുംബത്തിലും ഈ കൃപണതയോടുകൂടി തന്നെയായിരിക്കും ഇരിക്കുക. ചൊട്ടയിലെ ശീലം ചുടലവരെന്നാണല്ലോ പഴഞ്ചൊല്ല്, അല്ലെങ്കിൽ പഴമൊഴി. അപ്പോൾ ലോകത്ത് സ്വാർത്ഥതയോടെ ജീവിച്ച ആൾ കുടുംബത്തിലും സ്വാർത്ഥതയോടെ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നന്മ, പുണ്യം, കാരുണ്യം ഇത് മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടാകുമോ? ഒരിക്കലും ഇല്ല. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആൾക്കാരാണെങ്കിലും കാലക്രമേണ കുടുംബവും മക്കളും ഒക്കെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കൃപണന്മാരും മാറും എന്നാണ് ഗുരു പറയുന്നത്. 23-ാമത്തെ ശ്ലോകത്തിലാണ് തോന്നുന്നത്, ആത്മോപദേശ ശതകത്തിൽ 23-ാമത്തെ ശ്ലോകത്തിലാണ് ഗുരു പറയുന്നത്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അപ്പൊ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാൾ വയസ്സാകും തോറും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിതം മുഴുവൻ ചിലവഴിച്ചതെങ്കിലും കുടുംബത്തിലും അദ്ദേഹം കൃപണനായിട്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്നത് അപൂർവമായിരിക്കാം,
പലപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഓ 90 വയസ്സായിട്ടും കാർന്നൂര് തീർന്നിട്ടില്ല അല്ലേ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ പലരെയും പറഞ്ഞു കേൾക്കുമ്പോ, ജീവിച്ചിരിക്കുമ്പോ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അവരെ നമുക്ക് ആയുഷ്മാൻ എന്ന് വിളിക്കാൻ കഴിയുമോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിച്ചിരുന്ന സമയം മുഴുവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മരണശേഷവും മറ്റുള്ളവരുടെ മനസ്സുകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ഗുരു ആയുഷ്മാൻ എന്നിവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഗുരു നമ്മളോട് ചോദിക്കുന്നു, ശ്രീനാരായണ ധർമ്മം അനുസരിച്ച് ജീവിക്കുമ്പോ നമുക്കൊക്കെ ആയുഷ്മാനാകാൻ കഴിയില്ലേ? അപ്പൊ നമുക്കത് ഓപ്ഷൻ വെച്ചിരിക്കുകയാണ് ഗുരു. നമുക്ക് ആയുസ് വേണമോ വേണ്ടയോ, അതായത് ആയുഷ്മാന്മാരായി മാറണമോ വേണ്ടയോ എന്നുള്ളത് നമുക്കുള്ള ഓപ്ഷനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും കൃപാലുവായിട്ടാണ് നമുക്ക് ജീവിക്കാൻ, ശ്രീനാരായണ ധർമ്മം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലശേഷവും നമ്മളെയൊക്കെ ഹൃദയത്തിൽ നന്ദിയോടെ ഓർക്കുന്ന സുമനസ്സുകളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ആയുഷ്മാന്മാരായിട്ട് നമുക്ക് മാറാനും കഴിയും. അപ്പോൾ ശ്രീനാരായണ ധർമ്മത്തെ ഗൃഹസ്ഥാശ്രമി അടുത്തറിയുമ്പോൾ ഈ പറഞ്ഞ പഞ്ചശുദ്ധിയും പഞ്ചധർമ്മം അനുസരിച്ച് ജീവിച്ചാൽ ഗൃഹസ്ഥാശ്രമിക്ക് മാത്രമായിട്ട് ഗുരു കൊടുക്കുന്നതാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന ഒരു പാക്കേജ്. പലപ്പോഴും ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഇത് പാക്കേജിന്റെ കാലമാണ് ഇല്ലേ. നമുക്ക് പാക്കേജ് ഇപ്പൊ 3000 രൂപയ്ക്ക് ഇപ്പം മെഡിക്കൽ ലാബുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ ചെക്കപ്പ് പോലും ഒരു പാക്കേജിലാണ് നമുക്കിന്ന് ലഭിക്കുന്നത്. ഒരു തുണിക്കടയിൽ വസ്ത്രം വാങ്ങാൻ ചെന്നാലോ ഇത്ര രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ ഇത് ഫ്രീ അല്ലെങ്കിൽ ഇന്ന പാക്കേജ് എന്ന് പറഞ്ഞ് ഇന്ന് ഏത് തലത്തിലും പാക്കേജുകളുടെ കാലത്ത് ജീവിക്കുമ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് നാരായണ ഗുരു നമുക്ക് പാക്കേജാ തന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗൃഹസ്ഥാശ്രമികളോട് ഏറ്റവും കാരുണ്യത്തോടെ ഗുരു നമ്മളോട് പറയാണ്, കാരുണ്യത്തോടെ നമുക്ക് തന്നിരിക്കുന്ന നിധികളെ തന്നിരിക്കുന്ന ഈ എല്ലാ നിധികളെയും വെച്ചിട്ട് ഗുരു നമ്മളോട് പറയുന്നു, ഇന്ന് വരെ നിനക്ക് എന്തെങ്കിലും അപാകതകൾ നിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചമഹായജ്ഞങ്ങൾ നിത്യവും അനുഷ്ഠിച്ചാൽ മതി. എല്ലാ കുറവുകളെയും എല്ലാ അപാകതകളെയും നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പൊ അതിനു മുന്നേ ഈ പറഞ്ഞ പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും നമുക്ക് ആചരിക്കാൻ കഴിയണം. കാരണം എന്താണെന്നറിയോ, ശ്രീനാരായണ ധർമ്മം എന്ന് കേൾക്കുമ്പോ പല സാമാന്യ ജനങ്ങൾക്കും അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ, അനുസന്ധാനം ചെയ്യാൻ പറ്റുന്നതാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം വരിക. കാരണം ഗുരുവിന്റെ ധർമ്മത്തെയും ഗുരുവിന്റെ ദർശനത്തെയും കുറിച്ച് വളരെ പരിചിതമാണ്, നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുമോ എന്നുള്ള ആശങ്ക പല സാധാരണ ജനങ്ങളും പുലർത്താറുണ്ട്. പക്ഷെ ഗുരുവിന്റെ ധർമ്മത്തെ മനസ്സിലാക്കുമ്പോൾ പഞ്ചശുദ്ധി നമ്മൾ എന്നും ആചരിക്കുന്നത് തന്നെയാ. എന്തൊക്കെയാണ് പഞ്ചശുദ്ധി? ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഇത് 5ഉം നമ്മൾ നിത്യേന ആചരിക്കുന്നതല്ലേ ഇല്ലേ? അപ്പൊ ഈ നിത്യേന ആചരിക്കുന്ന ഈ പഞ്ചശുദ്ധികളെ ഗുരു നിർബന്ധമായിട്ട് നമ്മളോട് പറയാണ്. ലളിതമായി ഇതിനെയെല്ലാം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്നു, പക്ഷെ ഇത് നിർബന്ധമായിട്ടും നീ ആചരിക്കണം. അതുപോലെ പഞ്ചധർമ്മങ്ങൾ, സാമാന്യ ധർമ്മങ്ങൾ എന്ന് പറയുന്ന അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, ലഹരി വർജനം, ഇതും നീ പാലിച്ചു കൊള്ളുക. ഗുരു പറയാണ്, ഒരു കൊച്ചുകുട്ടി മുതൽ ഈ പറഞ്ഞ പോലെ വയസ്സായിരിക്കുന്ന ആൾക്കാർ വരെയും, ബ്രഹ്മചാരിയും ഗൃഹസ്ഥാശ്രമിയും വാനപ്രസ്ഥിയും സന്യാസിയും ഈ പറഞ്ഞ പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും നിർബന്ധമായും ആചരിക്കണം എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അഹിംസ നമ്മൾ എന്നും പാലിക്കാറുണ്ടോ ജീവിതത്തില്? ഇപ്പൊ ആരെയും പ്രകടമായിട്ട് നമ്മൾ ഹിംസിക്കണില്ല, ഉപദ്രവിക്കണില്ല എങ്കിലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും നമ്മൾ എത്ര പേരെ ഒരു ദിവസം ഹിംസിക്കണത്? ഒരു ഉറങ്ങണതിന് മുന്നേ ഒരു ആത്മപരിശോധന നടത്തിയാൽ നമുക്കത് കാണാൻ കഴിയും. എത്രയെത്ര ഹിംസ നടത്തിയിട്ടാ ഈ ഒരു ദിവസം നമ്മളിന്ന് ഉറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ സത്യം, എത്ര നുണകളാണ് നമ്മൾ ഒരു ദിവസം പറയുക ഇല്ല? ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യം മാത്രമേ പറയാവൂ എന്നൊക്കെ നമുക്കറിയാം. സത്യം വദ ധർമ്മം ചര, ഇതൊക്കെ നമുക്കറിയാമെങ്കിലും നുണ പറയാതെ, ഒരു നുണയെങ്കിലും പറയാതെ ഒരു ദിവസം നമുക്ക് ഗൃഹസ്ഥാശ്രമിക്ക് കടന്നു പോകാൻ കഴിയണില്ല. അങ്ങനത്തെ ഒരു അധർമ്മമായിട്ടുള്ള ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോണത്. അതുപോലെ അസ്തേയം, അസ്തേയം എന്ന് വെച്ചാൽ മോഷണം ഇല്ലാത്ത അവസ്ഥ. ഗുരു പറയുന്നത് സ്ഥേയം ഉണ്ടാകരുത്, മോഷണം ഉണ്ടാകരുത്, അസ്തേയം പാലിക്കണം, മോഷ്ടിക്കാൻ പാടില്ല.
നമ്മളാരും ഒന്നും മോഷ്ടിക്കണില്ലല്ലോ ഒരു ദിവസം, ഇല്ലേ? മോഷ്ടാക്കളുടെ ജോലിയാണ് മോഷണം എന്ന് നമ്മൾ പറയും. പക്ഷേ ഗുരുധർമ്മത്തെ അടുത്തറിയുമ്പോ കാണാം എത്ര എത്ര മോഷണം എന്നറിയോ നമ്മൾ ഒരു ദിവസം നടത്തുന്നത്. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കാണും, അന്യന്റെ വസ്തു ആഗ്രഹിക്കുന്നത് പോലും മാനസികമായിട്ടുള്ള മോഷണം, ഒരു തെഫ്റ്റ് ആണെന്നാണ് ഗുരു പറയുന്നത്, ഇല്ലേ? അപ്പൊ എത്ര മോഷണം നമ്മൾ ഒരു ദിവസം നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു തലത്തിൽ കൂടി ഗുരു നമ്മളെ കൊണ്ടുപോയിട്ട് പറയാണ്, ആ വ്യഭിചാരം, ഒരു ഗൃഹസ്ഥാശ്രമി സ്വന്തം ഭർത്താവിനോടും ഭാര്യയോടും നീതി പുലർത്തി സത്യസന്ധരായി ജീവിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഇടം ഐശ്വര്യമുള്ള ഇടമായി മാറുന്നു. അതുപോലെ തന്നെ പഞ്ചധർമ്മത്തിൽ 5ാമതായി വരുന്നതാണ് ലഹരി വർജനം. ഇന്ന് എത്ര കുടുംബങ്ങളിലാണ് ലഹരി വർജനം നമ്മളൊരു ധർമ്മമായി കൊണ്ടുപോകുന്നത്? ഇന്ന് എറണാകുളം ഭാഗത്തൊക്കെ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണം പോലെയുള്ള മംഗളകരമായ അവസരങ്ങളിലും ഈ പറഞ്ഞ ലഹരി വേണം. അതുപോലെ തന്നെ കുഞ്ഞിന്റെ 28, ഇങ്ങനെയുള്ള ഏറ്റവും ഒരു കുഞ്ഞിന്റെ 28 എന്നൊക്കെ പറയുന്ന അവന്റെ ജീവിതത്തിന്റെ നാഴികക്കല്ലായിട്ടുള്ള ആദ്യത്തെ ചടങ്ങാണ്. ഈ 1ാമത്തെ ചടങ്ങിലും ഈ പറഞ്ഞ ലഹരി ഒഴിച്ചുകൂടാൻ പറ്റണില്ല. ഇതേപോലെ ഏത് ആഘോഷ അവസരങ്ങളിലും, ഈവൻ ദുഃഖകരമായ അവസരങ്ങളിലും നാം ഇന്ന് ചേർത്ത് പിടിക്കുന്ന ലഹരിയെ 100 വർഷങ്ങൾക്ക് മുമ്പേ ഗുരു പറയുന്നു, ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സാത്വികനായി ധർമ്മിഷ്ഠനായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുക തന്നെ വേണം. എന്നിട്ട് ഏത് ലഹരിയാണ് നമ്മൾ ജീവിതത്തിൽ കൂടെ പിടിക്കേണ്ടത്? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. അതായത് കൽക്കട്ടയിൽ ഒരു വീട്ടിലെ ഒരു സത്സംഗത്തിലേക്ക് പരമഹംസരാണ് വിശിഷ്ട അതിഥിയായി ആചാര്യനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സത്സംഗി അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു, നീ സത്സംഗത്തിന് പങ്കുകൊള്ളണം, ഇന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് ഇന്നത്തെ നമ്മുടെ ആചാര്യൻ, അപ്പൊ ഇന്നത്തെ ഈ പൂജയിൽ നീ പങ്കുകൊള്ളണം എന്ന് പറഞ്ഞിട്ട് ഈ സുഹൃത്തിനെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വന്തം ഭവനത്തിലേക്ക്, ആ സത്സംഗത്തിലേക്ക് പങ്കുകൊള്ളുവാൻ. അപ്പോൾ സത്സംഗത്തിന്റെ ആ തുടക്ക സമയമാകുന്നു. പരമഹംസർ വന്ന കാറിൽ ഇറങ്ങുന്നു. അപ്പൊ ഈ കൂട്ടുകാരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അതായത് സത്സംഗം നടത്തുന്ന അദ്ദേഹം വ്യക്തിയുടെ കൂട്ടുകാരൻ കാണുന്ന കാഴ്ചയാണ്, കാറിൽ നിന്ന് ആടി ആടി കാലുറയ്ക്കാതെ നടന്നു വരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരെയാണ് കാണുന്നത്. അപ്പൊ ഈ കൂട്ടുകാരൻ ചോദിക്കുക, ഇതെന്താണോ തന്റെ ആചാര്യൻ വളരെ ലഹരിക്ക് അടിമപ്പെട്ട ആടിയാണല്ലോ വരണത് എന്ന് പറഞ്ഞപ്പോ സത്സംഗി സുഹൃത്ത് ഒന്നും പറയണില്ല. അതായത് ആതിഥേയൻ ഒന്നും മിണ്ടണില്ല. കൈയൊക്കെ തൊഴുതു പിടിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. പരമഹംസർ തൊട്ടടുത്ത് വന്നിട്ട് ഈ കമന്റ് പറഞ്ഞ സുഹൃത്തിനോട് ചോദിച്ചു അത്രേ, എന്തേ ഈ ലഹരി തനിക്കും വേണമോ? വളരെ എളുപ്പമാണ് ഈ ലഹരി നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ. എന്തു വേണ്ടു? ആകെ ഭഗവാനോട് ആകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ മാത്രം മതി. ജീവിതം മുഴുവനും ലഹരിയായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതായിട്ടൊരു കഥയുണ്ട്. ഏത് ലഹരിയാണ് അവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഉദ്ദേശിച്ചതെന്നറിയോ? ഭക്തിയാകുന്ന ലഹരി. നാരായണഗുരു നമ്മളോട് പറയുന്നു, കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഈ പറഞ്ഞ പഞ്ചധർമ്മത്തെ ആചരിക്കുമ്പോൾ 5ാമതായിട്ടുള്ള ലഹരി വർജനത്തിൽ ബാഹ്യമായിട്ടുള്ള ലഹരിയെ വർജിച്ച് ആന്തരികമായിട്ടുള്ള ഭക്തിയിൽ അമർന്നിരിക്കുന്ന ലഹരിയെ പ്രാപിക്കാനാണ് ഗുരു നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച ആത്മീയമായ വിശപ്പ്. ആത്മീയമായ വിശപ്പിനെ ഒരു തവണ കെടുത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലഹരി നമ്മുടെ ഉള്ളിൽ നുരഞ്ഞ് പതഞ്ഞു വരുന്ന അനുഭവത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അത് ഏത് മനുഷ്യനും, ഏത് കുടുംബത്തിലായിക്കോട്ടെ, ഏത് ദേശത്തായിക്കോട്ടെ, ഗുരുവിന്റെ ഭക്തിയെ നമ്മൾ സമീപിച്ചാൽ മാത്രം മതി ഭക്തി ലഹരിയായിട്ട് മാറുന്ന അനുഭവത്തിന് പാത്രീഭൂതരാകാൻ നമുക്ക് കഴിയും. അപ്പൊ ഈ പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും ഏത് മനുഷ്യനും ആചരിക്കണം എന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് ഗുരു പറയാണ്, ഗൃഹസ്ഥാശ്രമി നിർബന്ധമായിട്ടും പഞ്ചമഹായജ്ഞങ്ങൾ എന്ന ഈ പറഞ്ഞ പാക്കേജിനെ അനുസരിച്ചേ മതിയാകും. എന്താണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ? ഗുരു ആദ്യം നമ്മളോട് പറയാ, നമ്മുടെ കുടുംബത്തിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി ഒരു ചന്ദനത്തിരിയും കത്തിച്ചു വെച്ച് ഒരു ഉപനിഷത്ത് വാക്യത്തെ ചൊല്ലാൻ കഴിഞ്ഞാൽ ബ്രഹ്മയജ്ഞം എന്ന യജ്ഞത്തെ നമുക്കവിടെ സമ്പൂർണമാക്കാൻ കഴിയും. അപ്പൊ ഒന്നാമതായിരിക്കുന്ന യജ്ഞം ബ്രഹ്മയജ്ഞമാണെങ്കിൽ
ഗുരുദേവ കൃതികളാകുന്ന ഉപനിഷത്ത് വാക്യങ്ങളെ എടുത്ത് ഉരുക്കഴിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വലുതായിട്ടുള്ള ആത്മീയവും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിയെ നമുക്ക് കരഗതമാക്കാൻ കഴിയും. ഏത് ഋഷിയാണ് ഇങ്ങനെ ഗൃഹസ്ഥ ശിഷ്യയോട് ഇത്രയും വാത്സല്യത്തോടെ നിനക്ക് ആത്മീയമായും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് ഉറപ്പു തന്നിട്ടുള്ളത്? അപ്പോൾ ബ്രഹ്മയജ്ഞം നമ്മുടെ ജീവിതത്തിൽ ദിവസേന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ, ഗുരുദേവ കൃതികളെ നമുക്ക് മനനം ചെയ്യാൻ കഴിഞ്ഞാൽ, അത് സ്വാധ്യായം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പഞ്ചമഹായജ്ഞങ്ങളിലെ ആദ്യത്തെ പാക്കേജ് നമ്മൾ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ആ ധർമ്മത്തെ നമ്മൾ ഉറപ്പിച്ചു നിർത്തി. രണ്ടാമത് ഗുരു പറയുന്നു ദേവയജ്ഞം. ഇതുപോലെ ക്ഷേത്രങ്ങളിൽ വന്ന് നമ്മുടെ കഴിവിൽ, അതായത് നമ്മുടെ കഴിവില് ഗുരു ഈശ്വരനോടുള്ള ആ ഒരു വഴിപാടൊക്കെ നേരുമ്പോ ദേവയജ്ഞത്തെ സമ്പൂർണമാക്കാൻ കഴിയും. കാരണം നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും ആധാരം ഈശ്വരാനുഗ്രഹമാണ്, നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹമാണ്. അല്ല നമ്മുടെ മാത്രം കർമ്മങ്ങളാണ്, നമ്മുടെ മാത്രം കഴിവാണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. പിണ്ടന്നണി എന്നുള്ള പ്രാർത്ഥനയിൽ ഗുരു വളരെ രസകരമായി പറയുന്നുണ്ട്, ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരം പോലും ഈശ്വരന്റെ കാരുണ്യമാണെങ്കിൽ, ഈശ്വരന്റെ അനുഗ്രഹമാണെങ്കിൽ, ഈ ശരീരം കൊണ്ട് ഈ ലോകത്ത് ഈ ഭൂമിയിൽ എന്ത് നേടിയാലും അത് ആരുടേതാണ്? അതായത് ഭഗവാന്റെ പണയവസ്തുവായിരിക്കുന്ന ഈ ശരീരം കൊണ്ട് നമ്മൾ എന്തു നേടുമ്പോഴും അത് ആരുടേതായിട്ടാണ് മാറുന്നത്? സാക്ഷാൽ കർത്താവായിരിക്കുന്ന ഭഗവാന്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ആ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മുടെ ജീവിതവും ഈ പറഞ്ഞ ആത്മീയവും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി മാറേണ്ടത് എന്ന് നമുക്ക് പിണ്ടന്നിൽ പഠിപ്പിച്ചു തന്നിട്ട് ഗുരു പറയാണ്, ദേവയജ്ഞത്തിൽ നാം വഴിപാട് സമർപ്പിക്കുമ്പോൾ ഈശ്വരനോടുള്ള നന്ദി തന്നെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. മൂന്നാമത് പറയുന്നു പിതൃയജ്ഞം. എത്ര ശക്തമായിട്ടാണ് എന്നാൽ ലളിതമായിട്ടാണ് ഗുരു അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കണം എന്നുള്ള ആ ഒരു വലിയ ധർമ്മത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്നറിയോ? അതായത് സാധാരണഗതിയിൽ പിതൃയജ്ഞം എന്ന് പറയുന്നത് മരിച്ചുപോയ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതാണ്. അപ്പൊ ശിവരാത്രിക്കും കർക്കിടക വാവിനൊക്കെ മുടക്കം കൂടാതെ ബലിതർപ്പണം നടത്തുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ അവർ ആഗ്രഹിക്കുന്ന പോലെ പറ്റിയില്ല എങ്കിലും അവരെ ശുശ്രൂഷിക്കാൻ കഴിയുക, അവരെ പരിപാലിക്കാൻ കഴിയുക പിതൃയജ്ഞം എന്ന ഏറ്റവും മഹത്തായ യജ്ഞത്തിൽ ധർമ്മത്തിൽ ഗുരു നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഗുരു പറയുന്നു, അവനവന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് വഴി അവന്റെ അടുത്ത തലമുറയ്ക്കും ഏറ്റവും വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുകയാണെന്ന് ഗുരു പറയുക. നിധികളാണ് നമ്മുടെ മക്കൾ, ഇല്ലേ? അടുത്ത തലമുറ എന്ന് പറയുന്നത് താണ നിലത്തേക്ക് നീരോടു എന്ന് പറയുന്ന പോലെ അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കണ പോലെ മക്കൾ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നുണ്ടാവോ? സംശയമാണ്. അപ്പോൾ എപ്പോഴും അച്ഛനമ്മമാർ മക്കൾക്ക് എന്തും കൊടുത്ത് സ്നേഹം കൊടുത്ത് അവരെ ജീവിതത്തിന്റെ വിജയ വഴികളിലേക്ക് എത്തിക്കുമ്പോ ഈ ജീവിത വഴിയിൽ എത്തിയ മക്കൾ തിരിച്ച് അച്ഛനമ്മമാരെ അങ്ങനെ സ്നേഹിക്കണില്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഗുരു പറയാണ്, അവനവന്റെ മക്കൾ ഈ ലോകത്ത് സുരക്ഷിതരായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ആത്മീയവും ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും വേണമെന്ന് നമ്മൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛനമ്മമാരെ മാതാപിതാക്കളെ നാം സംരക്ഷിക്കുക തന്നെ വേണം. അങ്ങനെ വരികിൽ പിന്നെ ഈ ഓൾഡ് ഏജ് ഹോമൊന്നും പൊങ്ങി വരില്ല അല്ലെ, വൃദ്ധസദനങ്ങളൊന്നും പൊങ്ങി വരില്ലല്ലോ. പക്ഷെ എറണാകുളത്തൊക്കെ പല കാഴ്ചകളും കാണുന്നുണ്ട്. അമ്പലങ്ങളിൽ പള്ളികളിൽ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കുളത്തൂരൊന്നും അങ്ങനത്തെ വാർത്തകൾ ഉണ്ടാവില്ല എന്ന് ആശ്വസിക്കുകയാണ്. അപ്പൊ ഈ ഒരു തലത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ കൂടി ജനങ്ങൾ ജീവിച്ചു പോകുമ്പോ പിതൃയജ്ഞത്തിൽ കൂടി നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഗുരു ആഹ്വാനം ചെയ്ത് നാലാമത് ഗുരു പറയാണ് മാനുഷയജ്ഞം. ഈ ഒത്തുകൂടുന്നത് പോലും മാനുഷയജ്ഞമായിട്ടാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ അറിഞ്ഞ് ജീവിക്കുമ്പോ, മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുമ്പോ, സാഹോദര്യത്തോട് ജീവിക്കുമ്പോ മാനുഷയജ്ഞം അവിടെ സമ്പൂർണമാകുന്നു. ഈ പഞ്ചമഹായജ്ഞങ്ങളിലെ അഞ്ചാമത് വരുന്നതാണ് ഭൂതയജ്ഞം. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഏത് ഭൂതങ്ങളെയാണ് അത്ര യജ്ഞം കൊടുത്ത് തൃപ്തിപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ ഗുരു പറയാണ്, ഏറ്റവും ശ്രേഷ്ഠ ജന്മം മനുഷ്യ ജന്മമായിരിക്കുമ്പോ മനുഷ്യന്റെ താഴേക്കിടയിലുള്ള
ജീവികളാണ്, ജീവജാലങ്ങളാണ് ഈ കാണുന്ന പക്ഷി മൃഗാദികളും സസ്യലതാദികളുമെല്ലാം. അവരെ സംരക്ഷിക്കുന്നത് വഴി ഈ ഭൂതയജ്ഞത്തെ നമുക്ക് നിർവഹിക്കാം എന്ന് പഠിപ്പിച്ചിട്ട് പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മീനൂട്ട് വഴിപാടൊക്കെ നടത്തുന്നത്. അതായത് ഗുരു കൃത്യമായി പറയാണ്, ക്ഷേത്രങ്ങളിൽ ചെന്ന് മീനുകൾക്കൊക്കെ വഴിപാട് നടത്തുമ്പോ മീനൂട്ട് വഴിപാട് നടത്തുന്നു നമ്മുടെ വീടിന്റെ അങ്കണത്തിൽ, അത് നമ്മുടെ ഭവനത്തിൽ തന്നെ ഒരു ചെടി പോലും വെള്ളം കിട്ടാതെ കരിഞ്ഞുണങ്ങേണ്ട ഗതികേടില്ലാതെ അവരെ പരിപാലിക്കണം എന്ന് പറയാം. അതൊരു ചെടി പോലും കരിഞ്ഞുണങ്ങാത്ത തരത്തിൽ അതിന് വെള്ളം കൊടുക്കുമ്പോൾ അവിടെ ഭൂതയജ്ഞം നിർവഹിക്കപ്പെടുന്നു. ഇന്ന് പല ശ്രീനാരായണീയ ഭവനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. രാവിലെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ല, എല്ലാ വീടുകളിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കഞ്ഞി വാർത്തു കഴിഞ്ഞ് ഒരു പിടി ചോറെടുത്ത് കിഴക്ക് തെക്ക് മൂലയിൽ കൊണ്ടുവച്ച് കാകഭോജനം നിർവഹിക്കുന്ന ഒരു ചടങ്ങിനെ കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഞ്ഞിയൊക്കെ വാർത്ത് ഒരു പിടി ചോറെടുത്ത് കിഴക്ക് തെക്ക് മൂലയിൽ കൊണ്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, കാകഭോജനം എന്ന വഴിപാട് നമ്മൾ നടത്തുമ്പോ ഈ പറഞ്ഞ കാക്ക മാത്രമല്ല വന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ, എത്ര ജീവജാലങ്ങള് ഓന്തും അരണ്യൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ വീടുകളിലുള്ള കൊച്ചു മക്കൾക്ക് നാം ഈ ഭൂതയജ്ഞത്തിന്റെ പ്രാധാന്യം വാക്കുകളല്ലാതെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യണത്. ഈ ഭൂമി മനുഷ്യനു മാത്രം ഉള്ളതല്ല, സകല ചരാചരങ്ങൾക്കും വേണ്ടി ഉള്ളതാണ്. ഈ പറഞ്ഞ ജീവജാലങ്ങളും മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠ ജന്മമെങ്കിലും മറ്റുള്ളവരെല്ലാവരെയും പരിപാലിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം ഈ ശ്രേഷ്ഠ ജീവിക്കുണ്ടെന്നുള്ള ഒരു പാഠം അടുത്ത തലമുറയെ കൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ പഞ്ചമഹായജ്ഞങ്ങളെ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് അനുവർത്തിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ ഏതു കുടുംബവും ഇമ്പമുള്ള ഇടമാകുമെന്നാണ് ഗുരു പറയുന്നത്. കാരണം ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരുവിനാൽ സംസ്ഥാപിതമായ എല്ലാ സംഘടനകളുടെയും പേരുകൾ നോക്കിയാൽ ധർമ്മത്തിനെ ഗുരു ചേർത്ത് പിടിച്ചിരിക്കുന്ന കാണാം. അതായത് ധര ഇതി ധർമ്മഃ എന്നാണ് ഏറ്റവും ഉപനിഷത്ത് വാക്യം. ഈ ഉപനിഷത്ത് വാക്യത്തിൽ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ഭൂമി തന്നെ ധർമ്മത്തെ ധരിച്ചു നിൽക്കുകയാണ്. നമ്മളിപ്പോ ഭഗവാനെ ഓർത്താലും ഓർത്തില്ലെങ്കിലും നന്ദിയോടുകൂടി ഭഗവാനെ സമീപിച്ചില്ല എങ്കിലും ഭഗവാൻ നമ്മളെ കാത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഗുരുദേവ കൃതികളിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ധർമ്മ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന തന്നെ ഗുരു നമുക്ക് എഴുതി തന്നിരിക്കുന്ന കാണാൻ കഴിയും. ധർമ്മയേവ പരം ദൈവം, ധർമ്മയേവ മഹാധനം, ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം എന്ന് പറഞ്ഞ് ധർമ്മത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥന പോലും നമുക്ക് ഗുരു തന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ധർമ്മയേവ പരം ദൈവം, ധർമ്മം പാലിക്കുന്നത് തന്നെയാണ് പരമമായിട്ടുള്ള ദൈവം. ധർമ്മം തന്നെയാണ് ധർമ്മയേവ മഹാധനം, ധനത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ധനമായിരിക്കുന്ന എന്താണ്? ധർമ്മം തന്നെയാണ്. ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. ധർമ്മത്തോടുകൂടി ലോകത്ത് ജീവിക്കുന്നവന് എല്ലാ ശ്രേയസ്സും ലഭിക്കുന്നു, അവന് എല്ലാ വിജയവും ലഭിക്കുന്നു എന്ന് പറഞ്ഞു ഗുരു നമുക്ക് ധർമ്മ എന്നുള്ള പ്രാർത്ഥന, 4 വരി പ്രാർത്ഥന, ഇത് ഉരുവിട്ടുകൊണ്ടേ ഇരുന്നാൽ മതി, നമ്മുടെ ഉള്ളിൽ ധർമ്മം ഉറച്ചോളും എന്നാണ് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മം എന്ന 10 അധ്യായങ്ങളിലായി ഗുരു എഴുതി തന്നിരിക്കുന്ന ഈ സ്മൃതി, ഈ നിയമസംഹിത നമുക്കേവർക്കും പാലിക്കാനും കഴിഞ്ഞാൽ ഈ ലോക ജീവിതം ഏറ്റവും ശ്രേയസ്കരമാകുന്നു. കോലതിരിശസ്തം എന്നുള്ള പ്രാർത്ഥന ഞങ്ങളൊക്കെ എറണാകുളത്ത് ചൊല്ലുമ്പോൾ പലപ്പോഴും ഈ പ്രാർത്ഥനയുടെ ആ വരികളിൽ തന്നെ തോന്നിയിട്ടുണ്ട്, അതിന്റെ പേര് പോലും എത്ര രസകരമായി, എത്ര യുക്തിയോടുകൂടി അല്ലെങ്കിൽ ഗഹനമായിട്ട്, അതെങ്ങനെയാണ് ആ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും എന്നറിയില്ല. ഗുരു ആ വാക്കിനെ എത്ര രസകരമായിട്ടാണ് പറഞ്ഞിരിക്കണേ നോക്കൂ. കോലം തീരം ഈശം സ്തവം. അതായത് ഈ കോലതിരശസ്തം കോലത്തുകര ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന അർച്ചാരവ സ്തുതിയാണെങ്കിൽ പോലും ഇപ്പോ കുളത്തൂർ കോലത്തുകര അല്ലാത്ത ശ്രീനാരായണനെ സംബന്ധിച്ച്, ഗുരുഭക്തരെ സംബന്ധിച്ച്, ഞങ്ങളൊക്കെ അറിയുന്ന അല്ലെങ്കിൽ കുളത്തൂർ നിവാസികൾ അല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ശരീരമാകുന്ന കോലത്തിന്റെ തീരം എവിടെയാണോ അവിടെ ഇരിക്കുന്ന ഈശനെ സ്തുതിക്കാനുള്ള പ്രാർത്ഥനയായിട്ടാണ് കോലതിരശസ്തവം ഞങ്ങളൊക്കെ ചൊല്ലുക.
അപ്പൊ ഇവിടെ വന്ന് ഈ മണ്ണിൽ നിൽക്കുമ്പോ ഈ പുണ്യഭൂമി നിൽക്കുമ്പോ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഏറ്റവും ലളിതമായി ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടുന്ന എല്ലാ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഗുരു ഈ പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ. ആ പ്രാർത്ഥനയിലും ഗുരു ധർമ്മത്തെയാണ് തുടക്കത്തിൽ തന്നെ ചേർത്ത് നിർത്തുന്നത്. കാലാശ്രയമെന്നായി അണയുന്നോർക്കനുകൂലൻ ബാലാക്ഷണധർമ്മിഷ്ഠരിൽ ഏറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുമ്പോ ഗുരു എത്ര ശക്തമായിട്ടാണ് നമ്മളോട് പറയുന്നത്. കാലാശ്രയം എന്നായി അണയുന്നവർക്ക് അനുകൂലൻ. അത് ഭഗവാനെ ചേർന്ന് നിൽക്കുന്നവർക്ക് ഭഗവാൻ അനുകൂലനായിരിക്കുന്നു. അതായത് ധർമ്മത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് ഭഗവാൻ എന്നും അനുകൂലനാണ്. അതിന്റെ ഓപ്പോസിറ്റ് പ്രതികൂലൻ ആരിൽ നിന്നാണ് ഗുരു പറയുന്നത്? ബാലാക്ഷണൻ നെറ്റിയിൽ തൃക്കണ്ണുള്ള ഭഗവാൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ, അധർമ്മം കാണിക്കുന്നവരിൽ ഏറ്റവും പ്രതികൂലനായി നിൽക്കുന്നു. അപ്പോ ഭഗവാനെ ചേർന്ന് നിൽക്കുമ്പോ ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നാം ധർമ്മത്തോടുകൂടി ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ നമുക്കും ഈ തൃക്കണ്ണ് തുറന്നു വരുമെന്ന് ഗുരു പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജ്ഞാനത്തിന്റെ കണ്ണായിരിക്കുന്ന തൃക്കണ്ണ് തുറന്നു വരുന്ന ശിവഭക്തന്മാരോട് ഗുരു പറയാണ്, പാലിക്കണം എന്നെ പരിചോടിന്നു കുളത്തു. എന്നെ പരിചോടുന്ന്, അതായത് അടിക്കടി വർദ്ധിച്ചു വരുന്ന ഈശ്വര കാരുണ്യത്തോടുകൂടി എന്നെ പാലിക്കണമേ എന്ന് കുളത്തൂർ കോലത്തുകര കോവിലിൽ വാഴുന്ന ഭഗവാനോട് ഗുരു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നാം ചേർത്ത് വെക്കുമ്പോ ആ പ്രാർത്ഥനയിൽ പിന്നെ പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്ക് കരഗതമാക്കാൻ കഴിയുന്നു. രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം, ഹേ കാമദ കാമാന്തക കാരുണ്യ പയോധേ എന്ന് ഗുരു ഭഗവാനെ വിളിക്കുകയാണ്. എന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഗൃഹസ്ഥനായിരിക്കുന്ന മനുഷ്യൻ രോഗാദികൾ ഒഴിവാക്കണം, മഹാദാരിദ്ര്യ ദുഃഖം അണയാതിരിക്കണം എന്നൊക്കെ നമ്മൾ ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുമ്പോ ഭഗവാനെ വിളിക്കുന്ന പേരുകളാണ് ഹേ കാമദ കാമാന്തക. ഗുരു ഒരു കൂട്ടുകാരനെ പോലെ ഭഗവാനെ വിളിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അല്ലേ? ഹേ കാമദ. കാമദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നവനെ. ഒരു കോമ ഇട്ടിട്ട് അടുത്ത തന്നെ അതിന്റെ ഒരു ഓപ്പോസിറ്റും കൂടി ഗുരു പറയുക, കാമാന്തക, ആഗ്രഹങ്ങളുടെയൊക്കെയും അന്തകനായിരിക്കുന്നവനെ. ഭക്തിയുടെ തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, തുടക്കത്തിലാണ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പറയുക, അത് സാധിച്ചു തരണേ, ഇത് സാധിച്ചു തരണേ എന്നൊക്കെ അക്കമിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഭക്തിയുടെ തലം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല തന്നെ. കാരണം എന്താ? ഭക്തി ആത്മാനുസന്ധാനം എന്ന ദർശനമാലയിൽ കൂടി യഥാർത്ഥ ഭക്തിയെ പഠിപ്പിച്ചു തന്ന ഗുരു നമ്മളോട് പറയുന്നു, ഭക്തി, യഥാർത്ഥ ഭക്തി അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മസുഖത്തിൽ അമർന്നിരിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമേ നമുക്ക് അവശേഷിക്കൂ. ഈ ലോകത്തിൽ ഭൗതികമായിട്ടുള്ള 1, 2, 3 ആഗ്രഹങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. ആ തലത്തിലേക്ക് ഭഗവാൻ കാമാന്തകനായി മാറുന്നു എന്ന് ഭക്തരോട് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയിൽ ഗുരു പറയാണ്, മാലുണ്ടതുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥ ധ്വനി ആണന്റെ പുലമ്പൽ ആലംബനമാമെങ്കിലും അംബാസമമിന്നൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. അതായത് ഇതൊക്കെ അറിയുമ്പോഴും ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ അവനവന്റെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് എന്നുള്ള അറിവൊക്കെ അറിയുമ്പോഴും ഒരു ഗൃഹസ്ഥാശ്രമി അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ഭഗവാനോട് നമ്മൾ ഇങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അത് മാലുണ്ടതുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ, ദുഃഖം പറയാൻ അറിയാത്ത ഒരു ശിശുവിൻ്റെ കരച്ചിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ നിരർത്ഥധ്വനിയായിട്ട് ഭഗവാനെ അത് അറിയണേ എന്ന് പ്രാർത്ഥിച്ച് ഒരു അമ്മയെ പോലെ അംബാസമമിങ്ങൻ,
ആലംബനമാമെങ്കിലും അംബാസമമിന്നൻ. ഒരു അമ്മയെ പോലെ ഭഗവാനെ നമ്മളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഗുരുവിന്റെ ഏത് പ്രാർത്ഥനകൾ എടുത്താലും, ശ്രീനാരായണ ദർശനമായിക്കോട്ടെ, ഗുരുസ്മൃതി ആയിക്കോട്ടെ, ഗുരുധർമ്മം എന്ന് പറയുന്ന ശ്രീനാരായണ സ്മൃതി ഏതെടുത്താലും, ഏത് കൃതി എടുത്താലും ഗുരു അതിനെല്ലാം നമ്മളോട് പറയുന്നു, ഈ മനുഷ്യനായി ജീവിക്കുമ്പോൾ നമുക്ക് ഒന്നാമതായി വേണ്ടത് എന്താണ്? ഭഗവാനോടുള്ള ആത്മസമർപ്പണമാണ്. അപ്പൊ ഭഗവാനോടുള്ള സമർപ്പണ ബുദ്ധിയായിട്ട് ഈ നിയമസംഹിതകളെ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഐശ്വര്യത്തെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ആത്മോപദേശ ശതകം എന്ന മഹത്തായ കൃതിയിലെ 29ാമത്തെ ശ്ലോകത്തിൽ ഗുരു നമ്മളോട് വളരെ ലളിതമായി മനോഹരമായി പറയുന്നു, മനമല കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന മറ്റൊരു വേല ചെയ്തിടേണ്ട. മനമലർ കൊയ്തു മതല്ലയായിൽ മായാ മനുവുരു വിട്ടുമിരിക്കിൽ മായ മാറും. ഈ കാണുന്ന ലോകം വെറും മായാലോകമാണെന്നും, അപ്പൊ ഇതിനെ കടന്ന് ഭഗവാനോടുള്ള ആത്മസമർപ്പണമായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും. അങ്ങനെയുള്ള മനുഷ്യന് മറ്റൊരു വേലയും ചെയ്തിടേണ്ട. അപ്പൊ നമ്മുടെ ആത്മാവിൽ എന്താ പറയാ, വിടർന്നു വരുന്ന പൂക്കളെ, കുസുമങ്ങളെ, അത് ഒന്നുകൂടി നമുക്ക് വിശദമായി പറയാൻ കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുമ്പോ ഈ അഹങ്കാര കുസുമങ്ങളാണത്രേ നമ്മുടെ ഉള്ളിൽ വിരിയുന്നത്. ഈ വിടർന്നു വരുന്ന അഹങ്കാര കുസുമങ്ങളെ അപ്പപ്പ തന്നെ ഇറുത്തെടുത്ത് ഈ മനമലരുകളെ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇനി അങ്ങനെ നമുക്ക് മനസ്സിനെ അത്ര ഏകാഗ്രമാക്കി ഈ അഹങ്കാര കുസുമങ്ങൾ വിരിയുന്നതും അറിയാൻ കഴിയണില്ല. അതിനെ ഇറുത്തെടുത്ത് ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കാനും കഴിയണില്ല എങ്കിൽ ഗുരു നമുക്ക് തരുന്ന 2 ഓപ്ഷൻസ് ആണ്. വനമലർ കൊയ്ത് നമുക്കത് നേടാം. ഇപ്പൊ ചുറ്റിനൊക്കെ ഇരിക്കുന്ന പൂക്കളെ എടുത്ത്, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ചെടികളിലേക്ക് പൂക്കൾ ഇറുത്തെടുത്ത് അത് നമ്മുടെ ഉള്ളിൽ വിരിയുന്ന അഹങ്കാര കുസുമങ്ങളാണെന്നുള്ള സങ്കല്പത്തിൽ ഭഗവാന്റെ പാദത്തിലേക്ക് നമുക്കത് ഇട്ടുകൂടെ? ഇനി 2ാമത്തെ ഓപ്ഷൻ കൂടി ചോദിക്കുന്നു. ഇനി മനസ്സിലെ മലരുകളും ഇറുക്കാൻ പറ്റണില്ല, ഈ പറഞ്ഞ മറ്റ് ചെടികളിലെ പൂക്കൾ നമ്മുടെ കയ്യിലില്ല എങ്കിൽ മായ മനുവിന്റെ നാമം ഉരുവിട്ടോണ്ടേ ഇരുന്നാൽ മാത്രം മതി. നമുക്ക് ഈ മായ മാറി യഥാർത്ഥ സമർപ്പണ ബുദ്ധി തെളിയും. അപ്പൊ ഭഗവത് സമർപ്പണമാകുന്ന ആത്മസമർപ്പണത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ യഥാർത്ഥ ഭക്തി അനുസന്ധാനം ചെയ്ത് ശ്രീനാരായണ ധർമ്മമാകുന്ന നിയമ സംഹിതകളെ, ആ മാനുവലിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്തായാലും ഇവിടുത്തെ പൂജാക്രമം എനിക്കറിയില്ല, എത്ര സമയം എടുക്കണമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എന്നെ ഈ ഒരു സത്സംഗത്തിലേക്ക് ക്ഷണിച്ച, ഈ മഹാക്ഷേത്രത്തിന്റെ ഉത്സവത്തിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദി. ഗുരുധർമ്മം ജയിക്കട്ടെ.